ആദവനാട് ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള മാട്ടുമൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറുടെ നിയമന ഉത്തരവ് ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടും സേവനം ലഭിക്കാതെ ജനങ്ങൾ ബുദ്ധിമുട്ടിലാകുന്നെന്ന് പരാതി. പഞ്ചായത്ത് ഭരണസമിതി ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ലിസ്റ്റിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടറുടെ നിയമനം മെഡിക്കൽ ഓഫീസർ അംഗീകരിക്കാത്തതിന്റെ പേരിലാണ് സേവനം മുടങ്ങിക്കിടക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.പി. സിനോബിയ ആരോപിച്ചു. ആദവനാട് ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കുറച്ച് ദിവസങ്ങളായി ഈവനിങ് ഓഫ് ഡോക്ടർ ഇല്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നത് കണ്ടു. അതായത് പഞ്ചായത്തിന്റെ പോരായ്മയാണ്, അതല്ലെങ്കിൽ പഞ്ചായത്ത് ആളെ വെക്കാണ്ടിരുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് കണ്ടത്. അപ്പോൾ അതിന് പറയാനുള്ളത്, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ മാസം ജൂലൈ 14-ാം തീയതി ബോർഡ് മീറ്റിംഗ് കൂടി. അന്ന് നമ്മളൊരു ഡോക്ടറെ തീരുമാനിച്ചതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ ഈവനിങ് ഓഫ് ഡോക്ടർമാർ DMO ഇന്റർവ്യൂ ചെയ്ത ലിസ്റ്റ് തന്ന് അതിൽ നിന്ന് നിയോഗിക്കാനാണ് പറയുന്നത്. അത് പ്രകാരം കഴിഞ്ഞ തവണ നമ്മൾ നിയോഗിച്ചത് നമ്മളെ തൊട്ടടുത്തുള്ള പുത്തനത്താണിയിലുള്ള ഒരു ഡോക്ടറെ ആയിരുന്നു. അന്ന് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഡോക്ടർ അവരായിരുന്നു ലിസ്റ്റിലുണ്ടായിരുന്നത്. ഇത്തവണ നമുക്ക് ലിസ്റ്റിലുള്ളത് രണ്ടാമതായിട്ട് നമ്മുടെ പഞ്ചായത്തിലുള്ള ഡോക്ടർ തന്നെ ആയതുകൊണ്ട് ഭരണസമിതി ഐക്യകണ്ഠേന അവരെ തീരുമാനിച്ചതാണ്. അത് പ്രകാരം അതിനുശേഷം ഈ ഡോക്ടർ ജോയിൻ ചെയ്യാൻ വന്ന സമയത്തൊക്കെ മെഡിക്കൽ ഓഫീസർ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ സമയം വരെ ജോയിൻ ചെയ്യിക്കാൻ അയച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഇവിടെ വന്ന സമയത്തും ഡോക്ടർ അതിന് ഓരോ സാങ്കേതികത്വം പറഞ്ഞ് ഒഴിവാവുകയാണ് ചെയ്യുന്നത്. ഭരണസമിതിക്ക് തീരുമാനമെടുത്ത് ഭരണസമിതി പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ശമ്പളം കൊടുത്ത് നമ്മൾ വെക്കുന്ന ഡോക്ടറാണ്. അതിൽ ഇവർ ഓരോ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ടാണ് ഇന്നും ഇവിടെ ഡോക്ടർ ഇല്ലാതിരിക്കുന്നത്. ഇവർ വെറുതെ വേറെ മറ്റെന്തിനോ വേണ്ടിയിട്ട് പ്രവർത്തിക്കണ പോലെയാണ് ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറെ പ്രവർത്തനമായി നമുക്ക് തോന്നുന്നത്. കാരണം ഈ മെഡിക്കൽ ഓഫീസർ വന്നതിന് ശേഷം നമ്മളെ പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിൽ നമുക്കറിയാം, ഹെൽത്ത് ഗ്രാൻഡ് ഉൾപ്പെടെ ചെലവഴിക്കുന്നതിന് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഹെൽത്ത് ഗ്രാൻഡ് ഇവിടെ ക്ലർക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഹെൽത്ത് ഗ്രാൻഡിന്റെ ഫണ്ട് സ്പിൽ ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ലോഗിൽ അയച്ചത് പോലും ഇന്ന് വരെ അവർ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല ണെന്നും ഇത് അനുവദിക്കില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ആദവനാട് കുടുംബാരോഗ്യ കേന്ദ്രം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KP സലീന, KT സുനീറ, മെമ്പർമാരായ നാസർ പുളിക്കൽ, ജാസർ പുന്നത്തല എന്നിവരും പ്രസിഡന്റിനൊപ്പമുണ്ടായിരുന്നു.